നമസ്കാരം. ഇപ്പോൾ സമയം 5 മണി, വെളുപ്പിന് 5 മണി. വെളുപ്പിന് 5 മണിക്ക് എഴുന്നേറ്റ് ഈ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ ദുരവസ്ഥയെക്കുറിച്ചിട്ട് ഒന്ന് പറയേണ്ടതുണ്ട്. ഇന്നലെ ഒരു വാർത്താ വിശകലന വീഡിയോ അപ്ലോഡ് ചെയ്ത സാഹചര്യത്തിൽ അതിൽ 1-2 കാര്യങ്ങളിൽ ചില ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. അതിൽ ഏറെ പ്രധാനപ്പെട്ടത് ഒരു മാധ്യമ പ്രവർത്തകയ്ക്കെതിരെ പോലീസ് കേസ് എടുത്തതിനെ കുറിച്ചിട്ടാണ്. സാധാരണയായിട്ട് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആളുകൾ പലപ്പോഴും നേരിടുന്ന ഒരു പ്രശ്നമാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റം എന്ന് പറയുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ വളരെ സെൻസിറ്റീവായിട്ട് അതുപോലെയുള്ള കേസ് എടുക്കുന്നത് പോലെയുള്ള നടപടികളെ നമ്മൾ നോക്കിക്കാണാറുണ്ട്. ആ ഒരു മാധ്യമ പ്രവർത്തകർക്ക് സപ്പോർട്ട് കൊടുക്കാറുണ്ട്. എന്നാലും ഞാനടക്കമുള്ള ആളുകൾ മറന്നുപോകുന്ന മറ്റൊരു കാര്യമുണ്ട്. മാധ്യമ പ്രവർത്തനം എല്ലാ മേഖലയിലും വളരെ റൈറ്റായിട്ട് എത്തിക്കലാണോ നടക്കുന്നത്? എത്തിക്കലല്ല നടക്കുന്നത്. പലപ്പോഴും പല മണ്ടത്തരങ്ങളും പല മാധ്യമ പ്രവർത്തകരും നടത്താറുണ്ട്. ആ ഒരു മണ്ടത്തരങ്ങൾ അവർ നടത്തുന്നതും ആ ഒരു മണ്ടത്തരത്തെ പ്രോത്സാഹിപ്പിക്കുന്നതും അവരുടെയൊക്കെ ആ ഒരു മാനേജ്മെൻറ്റുകളാണ്. വളരെ പാഷനോടെ ഈ ഒരു മേഖല പഠിച്ച് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയ വ്യക്തിയാണ് ഞാനൊക്കെ. എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് അതിൽ നിന്ന് മാറി വേറെ ഒരു ഫുൾ ടൈം ജോലിയൊക്കെ ചെയ്തിട്ട് ഇതിങ്ങനെ യൂട്യൂബ് ഉള്ളതുകൊണ്ട് ഒരു പാഷൻ എന്നുള്ള രീതിയിൽ സൈഡിൽ കൂടെ കൊണ്ടുപോവാണ്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതാണ്. വിനീത വിജയ് എന്ന 24ന്റെ റിപ്പോർട്ടർക്കെതിരെ കുറ്റകരമായിട്ടുള്ള ഗൂഢാലോചന, വധശ്രമം എന്നീ വകുപ്പുകൾ പെടുത്തി പോലീസ് കേസെടുക്കുന്ന സമയത്ത് അവർ ഇന്നലെ കൈരളി ന്യൂസിൽ കൂടെ പുറത്തേക്ക് വിട്ട തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കേസ് എടുക്കാതിരിക്കാൻ പറ്റുന്ന ഒരു കേസല്ല. ഈ ഗൂഢാലോചനയിൽ ഭാഗമല്ല എന്ന് വിനീത വിജയ് പറയുന്ന സമയത്തും മുഖ്യമന്ത്രിയുടെ ബസ്സിന് നേരെ ഷൂ എറിഞ്ഞതിനകത്ത് തനിക്ക് പങ്കില്ല എന്ന് അവരുടെ ചാനലടക്കമുള്ള ആൾക്കാർ പറയുന്ന സാഹചര്യത്തിലും ഷൂ എറിഞ്ഞാൽ വധശ്രമം ആവില്ല എന്ന് വാദിക്കുന്ന സാഹചര്യത്തിലും കൈരളി പുറത്തേക്ക് വിട്ട തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ വാദിക്കാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അതിനകത്തൊരു പങ്കുണ്ട്. എന്താണ്? വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി ബ്രീച്ച്. ഇപ്പം നമുക്കറിയാം, പോലീസ് വളരെ സെൻസിറ്റീവായിട്ട് കൈകാര്യം ചെയ്ത് ഇങ്ങനെ പൂ പോലെ കൊണ്ടുപോകുന്ന ആളാണ് നമ്മുടെ മുഖ്യൻ. അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് അവർ കൈകാര്യം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അവിടെ ഒരു സെക്യൂരിറ്റി ബ്രീച്ച് ഉണ്ടാവും എന്നുള്ളത് നേരത്തെ തന്നെ അതിന് കാരണക്കാരായിട്ടുള്ള ആളുകളിൽ നിന്ന് മനസ്സിലാക്കുകയും ആ ഒരു സാഹചര്യം പുറത്തേക്ക് പറയാതെ തൻ്റെ ചാനലിൽ എക്സ്ക്ലൂസീവായിട്ട് കാണിക്കാൻ വേണ്ടി ഷൂ എറിയുന്ന ഒരു നടപടി ഷൂട്ട് ചെയ്യാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ അപകട സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പിന്നീട് വാദിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ പോലീസ് അതിനകത്ത് വധശ്രമം ആഡ് ചെയ്താലും അത് എത്രത്തോളം നിലനിൽക്കും എന്നുള്ളതൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ എത്തിക്കലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടും എത്തിക്കലല്ല. കൈരളി TV പുറത്തേക്ക് വിട്ട ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ ആ ഒരു റിപ്പോർട്ട് മൈൻഡ് ചെയ്യാതെ പോകാനും പറ്റത്തില്ല. ഇതിനകത്ത് ക്ലാരിറ്റി തരേണ്ടത് 24ന്റെ ഭാഗത്തു നിന്നാണ്. കാരണം നമ്മളെല്ലാം ഇതിനോട് സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ്. ഇങ്ങനെയുള്ള ഒരു ആരോപണം വരുന്ന സമയത്ത് അവരതിന് ഉത്തരം പറയേണ്ടി വരും. കൈരളി കൊടുത്ത ഒരു വാർത്ത തെറ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളും പിൻവലിക്കാം എന്നുള്ളതേ ഉള്ളൂ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച നവകേരള ബസ്സിന് നേർക്കുണ്ടായ ആക്രമണത്തിൽ മാധ്യമപ്രവർത്തകയ്ക്കെതിരെ കേസെടുത്തത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. മുഖ്യപ്രതിയുമായി നിരന്തരം ഫോണിൽ സംസാരിച്ചതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചു. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, ഈ കേസെടുത്തതിന്റെ പശ്ചാത്തലം അത് ഏത് നിലയിലാണ് പോലീസ് അത് വിശദീകരിക്കുന്നത്? സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു അക്രമം, ഒരു പ്രതിഷേധം നടക്കുമ്പോൾ അത് റിപ്പോർട്ടർമാരെ അറിയിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ ഇവിടെ അസ്വാഭാവികമായി സംഭവത്തിന് മുന്നേ നിരവധി തവണ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായി ഈ ചാനലിലേക്ക് ബന്ധപ്പെട്ടതിന്റെ തെളിവുകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നമ്മൾ കൈരളി ന്യൂസ് പുറത്തുവിടുന്ന സാഹചര്യവുമുണ്ട്. എന്താണ് ഇപ്പോൾ പോലീസിന്റെ വിശദീകരണം? എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അടുത്ത ഈ മാസം 10-ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള ബസ്സിൽ പെരുമ്പാവൂരിൽ നിന്ന് കോതമംഗലത്തേക്ക് യാത്ര ചെയ്ത് ഓടക്കാലിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നേരെ 4 പേരടങ്ങുന്ന സംഘം, ഒരു KSU സംസ്ഥാന സെക്രട്ടറി ബേസിൽ വർഗീസിന്റെ നേതൃത്വത്തിലായിരുന്നു ഷൂ എറിയുകയായിരുന്നു. ആ അക്രമ സംഭവത്തിൽ ഒരു ഗൂഢാലോചന നേരത്തെ തന്നെ പോലീസിന് വ്യക്തമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഗൂഢാലോചന കുറ്റങ്ങൾ ഉൾപ്പെടെ 4 പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. അവരുമായി ബന്ധപ്പെട്ട അവരുടെ ഫോൺ രേഖകൾ ഉൾപ്പെടെ പരിശോധിച്ചപ്പോഴാണ് ആ ഗൂഢാലോചനയുടെ വ്യാപ്തി പോലീസിന് മനസ്സിലായത്. അതിൽ ചില മാധ്യമ പ്രവർത്തകർ ഉണ്ട് എന്ന് പോലീസിന് വ്യക്തമാവുകയായിരുന്നു. അതിങ്ങനെയാണ്. നമുക്കറിയാം, ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ന് ഈ 24 ചാനലിന്റെ ലേഖിക്കെതിരെ കൂടി പോലീസ് കേസെടുത്തിരുന്നു. അതിനെക്കുറിച്ച് വലിയ വിവാദം ഉണ്ടായ പശ്ചാത്തലത്തിലാണ് പോലീസ് അതിന്റെ യഥാർത്ഥ ചിത്രം പുറത്തേക്ക് വിടുന്നത്. അതായത്, ഈ ചാനൽ റിപ്പോർട്ടറും ഈ ഷൂ എറിഞ്ഞ സംഭവത്തിലെ മുഖ്യപ്രതി KSUവിന്റെ സംസ്ഥാന സെക്രട്ടറി ബേസിൽ വർഗീസുമായി നിരന്തരം ഈ സംഭവത്തിന് തൊട്ടു മുമ്പ് ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്നതാണ് വ്യക്തമാവുന്നത്. അത് ഇവർ ഒരു മുൻപരിചയക്കാരൊന്നും ആയിരുന്നില്ല. മുൻപൊരു ഘട്ടത്തിലും ഇവർ തമ്മിൽ ഫോണിൽ വിളിച്ചിട്ടില്ല. ആ ദിവസം മാത്രം, അന്ന് രാവിലെ 10:59-നാണ് ആദ്യ കോൾ പോകുന്നത്. അത് 43 സെക്കൻഡ്. അത് വിനീതയെ, അതായത് ഈ ചാനൽ റിപ്പോർട്ടറെ ബേസിൽ വർഗീസ് ഈ കേസിലെ മുഖ്യപ്രതി ഫോൺ ചെയ്യുന്നു. തുടർന്ന് 11:05-ന് ലേഖിക മുഖ്യപ്രതിയെ തിരിച്ചു വിളിക്കുന്നു. അങ്ങനെ അതിനുശേഷം 4:15 വരെ 14 തവണയാണ് ഇരുവരും തമ്മിൽ ഫോണിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. 6 തവണ ഈ പ്രതി ലേഖികയെയും 8 തവണ ലേഖിക പ്രതിയെയും ഫോണിൽ വിളിക്കുന്നു.
അതാണ് ഈ കോൾ ഡീറ്റെയിൽസ് പുറത്തു വന്നപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതൊരു സാധാരണമല്ലാത്ത കോൾ വിളിയാണ് എന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അങ്ങനെയാണ് ഈ സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നത്. ചില വാട്സാപ്പ് ചാറ്റുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സാധാരണയായിട്ട് ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധങ്ങൾ അറേഞ്ച് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ മാധ്യമപ്രവർത്തകർക്ക് നേതൃത്വത്തിൽ നിന്നും അണികളിൽ നിന്നിട്ടുമൊക്കെയുള്ള ഇൻഫർമേഷൻസ് കിട്ടാറുണ്ട്. അതേപോലെ തുല്യമായിട്ട് മാധ്യമപ്രവർത്തകർ ഇത് ഷെയർ ചെയ്യപ്പെടാറുണ്ട് അവരുടെയൊക്കെ ഗ്രൂപ്പുകളിൽ. അതിൽ ഇന്ന ചാനലിൽ മാത്രമായിട്ടല്ല എല്ലാവർക്കുമായിട്ടൊക്കെ അവർ ഷെയർ ചെയ്യാറുണ്ട്. ഈ ഒരു കേസിൽ സംഭവിച്ചിരിക്കുന്നത് ഇത് ജനാധിപത്യപരമായിട്ടുള്ള ഒരു പ്രതിഷേധ പ്രകടനമായിരുന്നില്ല. ഷൂ എറിയുന്നത് പോലെയുള്ള ഒരു നടപടി, അതുപോലുള്ള ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്ന തരത്തിലേക്കുള്ള ഒരു നടപടി, കരിങ്കൊടി കാണിക്കുക, വണ്ടിക്ക് മുൻപിലേക്ക് ചാടുക, അപകട സാധ്യത ഉണ്ടാക്കുക എന്നീ പറയുന്ന നടപടികൾ ജനാധിപത്യപരമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് എന്ന് ഇപ്പോൾ തോന്നിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുണ്ടെങ്കിലും അത് അങ്ങനെയല്ല. അതിൽ ഇപ്പോൾ വധശ്രമം എന്നീ പറയുന്ന കാര്യങ്ങളൊക്കെ ആരോപിക്കുന്നത് എത്രത്തോളം നിലനിൽക്കുമെന്നുള്ളത് അറിയത്തില്ല എന്നുണ്ടെങ്കിലും അതൊരു കൈൻഡ് ഓഫ് സെക്യൂരിറ്റി ബ്രീച്ചാണ്. അതേപോലെ തന്നെ വിനീത വിജിക്കെതിരെയുള്ള ഒരു ആരോപണം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ആ ഒരു സ്കെഡ്യൂൾ എങ്ങനെ എപ്പോൾ ഇതുവഴി പോകുന്നു എന്നീ കാര്യങ്ങളൊക്കെ ഇവർക്ക് ഷെയർ ചെയ്തു കൊടുത്തു എന്നുള്ള ഒരു സംഗതിയുണ്ട്. അതുകൊണ്ടാണ് ഇത് ഗൂഢാലോചന പോലെയുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടുന്നത്. ഈ ഓടക്കാലി ജംഗ്ഷനിലെ ചില CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ആ CCTV ദൃശ്യങ്ങളിൽ നിന്നൊക്കെ ഒരു കാര്യം പോലീസ് വ്യക്തമായി. ഈ ലേഖിക ചാനലിന്റെ കാറിൽ സംഭവ സ്ഥലത്ത് വന്ന് എത്തുന്നത് വരെയാണ് ഈ ഫോൺ കോളുകൾ നീണ്ടത്. അതിനുശേഷം 4:15 ശേഷം ഈ ഫോൺ കോളുകളില്ല, ഫോണിൽ ബന്ധപ്പെട്ടിട്ടേ ഇല്ല. അപ്പൊ അതിനർത്ഥം ഈ സംഭവ സ്ഥലത്ത് ഈ ചാനൽ ക്യാമറ എത്തി എന്ന് ഉറപ്പാക്കിയതിനു ശേഷം ഇരുവരും തമ്മിൽ ബന്ധപ്പെട്ടിട്ടില്ല, ഫോണിൽ വിളിച്ചിട്ടില്ല എന്ന് വ്യക്തമാകുകയാണ്. സാധാരണ നടക്കുന്ന ഒരു പ്രതിഷേധ സമരത്തെ റിപ്പോർട്ട് ചെയ്യുന്ന രീതിയല്ലല്ലോ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന വാഹനത്തിലേക്ക് ഷൂ എറിഞ്ഞ് വലിയ തരത്തിൽ ആക്രമണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രതികൾ നടത്തിയ വലിയ ഒരു ഗൂഢാലോചനയാണ്. ആ ഗൂഢാലോചനയിൽ ഒരു മാധ്യമ പ്രവർത്തകയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പിറ്റേ ദിവസം തന്നെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. കാരണം ഈ പ്രതികളുടെ ഫോൺ പോലീസ് സീസ് ചെയ്യുകയും ആ ഫോണുകൾ പരിശോധിക്കുകയും അതിലേക്ക് വന്ന കോളുകൾ, അതിൽ നിന്ന് പോസ്റ്റിലെ കോളുകളെല്ലാം പരിശോധിച്ചു. അപ്പോൾ വ്യക്തമായി പ്രധാനപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകർ തന്നെ അതിലേക്ക് വിളിച്ചിട്ടുണ്ട്, കൂടുതൽ തവണ ചാറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യം ഒരു കോൺഫറൻസ് കോൾ ഇട്ടുകൊണ്ട് പ്രതികളും ഈ മാധ്യമ പ്രവർത്തകയും തമ്മിൽ കൂടി സംസാരിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പൊ കൃത്യമായിട്ട് മീറ്റിംഗ് ഓഫ് മൈൻഡ് ഉണ്ട്. തങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു വലിയ ക്രിമിനൽ കുറ്റകൃത്യമാണ് എന്ന് ബോധ്യമുള്ള പ്രതികൾ ആ മീറ്റിംഗ് ഓഫ് മൈൻഡ് കൃത്യമായി ഈ മാധ്യമ പ്രവർത്തകയുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട് എന്നതാണ് ഇതിന്റെ ഒരു ഗൂഢാലോചനയുടെ ഇൻഗ്രീഡിയന്റ് വരുന്നത്. അതോടൊപ്പം തന്നെ ചാറ്റ് മെസ്സേജുകളുണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ റിവൈസ്ഡ് ഷെഡ്യൂൾ ഇതിലെ 1-ാം പ്രതിയുടെ ഫോണിലേക്ക് അയച്ചു കൊടുത്തിരിക്കുന്നത് ഈ മാധ്യമ പ്രവർത്തകയാണ്. പിന്നെ അതുപോലെ തന്നെ അവർ പോയി ഏകമാധ്യമം എന്ന രൂപത്തിൽ ഈ സംഭവം നടന്ന സ്ഥലത്ത് നേരത്തെ എത്തിച്ചേരുന്നു. അവർ മാത്രം അവിടെ നിന്ന് കവർ ചെയ്യാനുള്ള സാഹചര്യം, ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ശരിക്കും ഒരു മീറ്റിംഗ് ഓഫ് മൈൻഡ് നടന്നിട്ടുണ്ട്. അത് ഗുരുതരമായിട്ടുള്ള ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ്. അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടതാണ്. അത് പ്രാഥമിക അന്വേഷണം പൂർത്തീകരിച്ചിട്ട് തന്നെയാണ് പോലീസ് പ്രതിപട്ടിക ആഡ് ചെയ്തുകൊണ്ട് 4 പ്രതികൾക്കൊപ്പം തന്നെ ഈ മാധ്യമ പ്രവർത്തകയെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് ബഹുമാനപ്പെട്ട പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. അത് വളരെ ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഇത് വലിയൊരു ഒഫൻസ് ആണ് എന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും എനിക്കറിയില്ല. ഈ എക്സ്ക്ലൂസീവായിട്ട് നിൽക്കുക എന്ന് പറയുന്ന ഒരു വലിയ നിർബന്ധ ബുദ്ധിയിൽ നിന്നാണ് ഈ പറയുന്ന സംഭവങ്ങൾ വരുന്നത്. നവകേരള സദസ്സ് എന്ന് പറയുന്നത് ഇവിടെയുള്ള മാധ്യമങ്ങൾക്ക് വലിയ കണ്ടന്റ് കിട്ടുന്ന ഒരു സംഗതിയല്ല, വലിയ എക്സ്ക്ലൂസീവ്സ് കിട്ടുന്ന ഒരു സംഗതിയല്ല. നവകേരള സദസ്സിലെ പ്രതിഷേധങ്ങളെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നതും ഈ പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇപ്പോഴുള്ള ടോട്ടൽ ഒരു വികാരം എന്ന് പറയുന്നത് ഭരണവിരുദ്ധ വികാരമാണ്. ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ TV യിൽ സ്പെൻഡ് ചെയ്യുന്ന എൻഗേജ്മെന്റ് ഉണ്ടാക്കുന്ന ആളുകൾ കൂടുതലായിട്ടുള്ളത് ഭരണവിരുദ്ധരിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയുള്ള കണ്ടന്റുകൾ ഉണ്ടാക്കുക, പ്രതിഷേധങ്ങൾ, സംഘർഷങ്ങൾ, ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടന്റ് ജനറേഷന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾക്ക് കൂടുതൽ സ്പേസ് കിട്ടുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധങ്ങളൊക്കെ കണ്ടതാണ്. കാര്യമായിട്ട് തന്നെ മീഡിയ കവറേജ് അതിനുണ്ടായിരുന്നു. അവിടെ വാർത്തയുള്ളൂ. ജനാധിപത്യപരമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. യുവമോർച്ചയുടെ സമരം നമ്മൾ കണ്ടതാണ്. യുവമോർച്ചയുടെ സമരം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് പോകുന്ന സമയത്ത് സമാധാനപരമായിരുന്നു. പോലീസ് യാതൊരു വിധത്തിലും ഒരു പ്രകോപനം അങ്ങടേക്ക് ഉണ്ടാക്കുന്നില്ല, അവർ തിരിച്ച് വലിയ കാര്യമായിട്ട് ഇങ്ങടേക്ക് ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന് മാധ്യമ ശ്രദ്ധ കിട്ടിയില്ല. എന്തോരം പ്രതിഷേധങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്, അതിനൊന്നും മാധ്യമ ശ്രദ്ധ കിട്ടില്ല. അപ്പോൾ ഇതുപോലെ സംഘർഷം ഉണ്ടാവുന്ന തരത്തിലേക്കുള്ളതിന് മാത്രമേ മാധ്യമ ശ്രദ്ധ കിട്ടത്തുള്ളൂ. ആ ഒരു സംഘർഷമാണ് കാണാനായിട്ട് ആളുകളുള്ളതും. ഇതിന്റെ ബാക്കിയും കൂടെ കേട്ട് നോക്കാം. ഈ സംഭവം നടന്ന ആ ദിവസം തന്നെ ഇതിന്റെ ഒരു ഗൂഢാലോചന പോലീസ് വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു. പക്ഷെ അതിൽ ആരൊക്കെ ഉണ്ട്, എങ്ങനെയൊക്കെ ഉണ്ട് എന്നതിൽ നിന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു. തുടർന്നാണ് ഈ പ്രതികൾ 2 പേരുടെ മൊബൈൽ ഫോണുകൾ പോലീസ് സീസ് ചെയ്ത് വിശദമായ പരിശോധനയ്ക്ക്, വിദഗ്ധമായ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചത്. അതിൽ നിന്ന് 2-3 വിവരങ്ങൾ ലഭിച്ചു. ഒന്ന്, ഈ പ്രതിയും അല്ലെങ്കിൽ ഈ പ്രതികളും ഈ മാധ്യമപ്രവർത്തകയുമായി നിരവധി തവണ ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് ഇവർ യാതൊരു തരത്തിൽ മുൻപരിചയമുള്ളവരല്ല. ഈ സംഭവത്തിന് മുൻപ് ഏതെങ്കിലും ദിവസങ്ങളിലോ സംഭവത്തിന് നടന്ന 4:15 ശേഷമോ ഒരിക്കൽ പോലും ഇവർ തമ്മിൽ ഫോണിൽ ബന്ധപ്പെട്ടില്ല. അപ്പം ഈ ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട പരസ്പര ബന്ധമാണ് ഇവർ തമ്മിൽ ഉണ്ടായിരുന്നത് എന്ന് പോലീസ് സ്ഥിരീകരിച്ചു. തുടർന്ന് ചില ചാറ്റുകൾ ഇവരുടെ ഫോണുകളിൽ നിന്ന് ശേഖരിച്ചു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സംഭവ സ്ഥലത്തെ ചില CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ്
ഈ മാധ്യമപ്രവർത്തകരെ കൂടി ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത്. മാത്രമല്ല ഇതിലൊരു പ്രതിസന്ധി, ഈ നവകേരള ബസ്സിനെ പലയിടങ്ങളിലും യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചൊരു സംഭവമുണ്ട്. പക്ഷേ ഇത് കരിങ്കൊടി ആയിരുന്നില്ല, ഇതൊരു അക്രമമായിരുന്നു. ഷൂ എറിയുകയായിരുന്നു വാഹനത്തിന് നേരെ ഉണ്ടായിരുന്നത്. എങ്കിലും ആ കരിങ്കൊടി കാണിച്ച സംഭവങ്ങളൊന്നും മാധ്യമപ്രവർത്തകർ നേരത്തെ വിളിച്ചറിയിച്ചല്ല. ഇവർ മൊബൈലിൽ പകർത്തിയ ശേഷം മാധ്യമപ്രവർത്തകർക്ക് ഈ ദൃശ്യങ്ങൾ കൈമാറി അത് വാർത്തയാക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സംസ്ഥാനത്ത് എല്ലായിടത്തും അങ്ങനെയാണ് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ സമരം അല്ലെങ്കിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പക്ഷേ ഈ ഇൻസിഡന്റിൽ മാത്രം ഈ ചാനൽ ലേഖിക ആ പ്രസ്തുത ചാനൽ ലൈവായി ഈ സംഭവം സംപ്രേഷണം ചെയ്തു എന്നുള്ളതാണ് പോലീസിന്റെ സംശയം വർദ്ധിപ്പിക്കാൻ കാരണം. ഈ സംഭവ സമയത്ത് ചാനലിന്റെ ക്യാമറയും ചാനൽ റിപ്പോർട്ടറും ലേഖികയും സംവിധാനങ്ങളും ഒന്നിലധികം ക്യാമറകൾ അവിടെ എത്തിച്ചിരുന്നു. ഈ ചാനലിന്റെ 2 കാറുകൾ ഓടക്കാലി ജംഗ്ഷനിൽ ഈ സംഭവത്തിന് തൊട്ടു മുമ്പ് എത്തിച്ചേർന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതൊരു സാധാരണ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ റിപ്പോർട്ടിംഗ് അല്ല അതിൽ നടന്നത് എന്ന് സംശയിക്കാനുള്ള പല കാരണങ്ങൾ. ഇവിടെ ഞാനിരിക്കുന്ന ഈ ഒരു പൊസിഷനിൽ, ഫ്രീലാൻസ് ജേർണലിസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു പൊസിഷനിൽ ഇരുന്നിട്ട് വാർത്തകളുടെ അടിസ്ഥാനത്തിൽ വാർത്തകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും വസ്തുത എന്താണെന്നുള്ളത്. ആ ഒരു വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ആരെ വേണമെങ്കിലും നമുക്ക് സപ്പോർട്ട് ചെയ്യാം. എന്നാൽ മാധ്യമ പ്രവർത്തകനെ സപ്പോർട്ട് ചെയ്യുന്നതിനകത്ത് വളരെ സൂക്ഷിക്കണം. കാരണം വളരെ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള വാർത്തകൾ കൊടുക്കുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട്. മാധ്യമ സ്ഥാപനങ്ങൾ, മാധ്യമ പ്രവർത്തകർ ഇവരെയൊക്കെ ശരിക്കും ആ ഒരു ഫീൽഡിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ ഞാൻ വളരെ വളരെ അർജൻറ്റായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം എനിക്ക് എൻ്റെ ജോലിയിലേക്ക് കയറേണ്ടതുണ്ട് പകല്. അതിനു മുൻപ് തന്നെ ഈ ഒരു വീഡിയോ ചെയ്തു വെക്കണം. ഈ ഒരു വീഡിയോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ഇന്നലെ ഞാൻ തന്ന ഒരു ഇൻഫർമേഷൻ റോങ് ആയിട്ട് എത്താനായിട്ടുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ അബദ്ധം കാണിച്ചിട്ട്, എന്തെങ്കിലുമൊക്കെ ഉഡായ്പ് കാണിച്ചിട്ട് ഇരവാദം അങ്ങോട്ട് മുഴക്കുന്ന പല മാധ്യമപ്രവർത്തകരെയും കാണാനായിട്ട് സാധിക്കും. ഭയങ്കര ബയാസ്ഡ് ആയിട്ട് ആർക്കെങ്കിലും വേണ്ടി പണിയെടുക്കുന്ന ഇഷ്ടംപോലെ മാധ്യമപ്രവർത്തകരുണ്ടാവുകയും അവരെല്ലാം മാധ്യമ സ്വാതന്ത്ര്യം ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു കാര്യത്തിൽ ചാനലിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്ലാരിറ്റി കിട്ടാതെ നമുക്കതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു കുറ്റകരമായിട്ടുള്ള അൺഎത്തിക്കൽ പ്രാക്ടീസ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അതിനകത്ത് വധശ്രമം നിൽക്കുമോ അല്ലെങ്കിൽ ഷൂ എറിഞ്ഞാൽ ആരെങ്കിലും മരിക്കുമോ എന്നൊക്കെ ശ്രീകണ്ഠൻ നായർ ചോദിച്ചതൊക്കെ അത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. നമുക്കതിനെക്കുറിച്ചിട്ട് യാതൊന്നും പറയാനായിട്ടില്ല. അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു എക്സ്പ്ലനേഷൻ. ഇന്നലെ ചില ആളുകൾക്ക് അലോസരം ഉണ്ടാക്കി എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. കൈരളി TVയുടെ റിപ്പോർട്ടറോട് തട്ടിക്കയറുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രവൃത്തി എനിക്ക് രസകരമായിട്ട് തോന്നി എന്ന് പറഞ്ഞത് ചില ആളുകളെ അലോസരപ്പെടുത്തി. അത് ഞാൻ തിരിച്ചെടുക്കുകയാണ്. രസകരമായിട്ട് തോന്നി എന്നുള്ളത് എൻ്റെ തോന്നലാണ്. അതങ്ങനെ തോന്നിയതാണ്. എനിക്ക് മൊത്തത്തിലുള്ള ഈ ഒരു പ്രതിഷേധങ്ങൾ എന്ന് പറയുന്നത് അപക്വമായിട്ടുള്ള രീതിയിലാണ് തോന്നുന്നത്. ഈ പ്രതിഷേധങ്ങൾ വണ്ടിക്ക് മുൻപിലേക്ക് കരിങ്കൊടിയായിട്ട് ചാടുക, അപകട സിറ്റുവേഷൻ ഉണ്ടാക്കുക, അത് ഈ അണികൾ തമ്മിൽ അടിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക, അണികൾ തമ്മിൽ അടിച്ചിട്ട് അതിൻ്റെ പ്രതിഷേധവുമായിട്ട് തലസ്ഥാനത്തേക്ക് വരിക, അത് വേറെ വലിയ സംഘർഷങ്ങളിലേക്ക് പോവുക, അങ്ങോട്ടും ഇങ്ങോട്ടും പോർ വിളിക്കുക. ഇതിൽ പലപ്പോഴും ജനങ്ങളുടെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യമോ ഇവിടെയുള്ള ഏതെങ്കിലും കറണ്ട് സോഷ്യൽ ഇഷ്യൂ ഒന്നുമില്ല. അണികൾ തമ്മിൽ അടിച്ചു, അതിൻ്റെ പിണക്കം, അതിൻ്റെ ചില പക വീട്ടൽ, അല്ലാതുള്ള ഒരു പ്രതിഷേധങ്ങളും ഇപ്പോഴൊരു സാഹചര്യത്തിൽ ഇവിടെ നടക്കുന്നില്ല. വീട് കയറിയുള്ള ഒരു ആക്രമണം, അതൊക്കെയാണ് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാക്ടീസ് ചെയ്യുന്നത്. തുറന്നുള്ള വെല്ലുവിളികൾ അതൊക്കെ നിർബാധം അങ്ങോട്ടും ഇങ്ങോട്ടും തുടരുന്നുണ്ട്. പോലീസിനെ ആക്രമിക്കുന്ന ചില സാഹചര്യങ്ങൾ, മറ്റേ മുട്ടയ്ക്കകത്ത് മുളകുപൊടി വെച്ചിട്ട് എറിയുക, വട്ട് പെറുക്കി എറിയുക, കല്ല് പെറുക്കി എറിയുന്നതൊക്കെ യൂത്ത് കോൺഗ്രസിൻ്റെ സമരത്തിൽ കഴിഞ്ഞ ദിവസം സമരത്തിൻ്റെ അവസാനം DCC ഓഫീസിൽ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസ് വന്ന സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതൊന്നും ഒരു നല്ല പ്രാക്ടീസായിട്ട് നമുക്ക് നോക്കിക്കാണാൻ പറ്റുന്നതല്ല. SFIയുടെ സമരത്തെ, കഴിഞ്ഞ ദിവസം സമരത്തിൻ്റെ കാരണത്തെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ആ ഒരു സമരം ജനാധിപത്യപരമായിരുന്നു. പോലീസ് അവരെ നോവിക്കാതെ എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ വലിയ പിണക്കത്തോടെ ആളുകൾ പറയുന്ന സമയത്തും അവരൊരു ക്രമസമാധാന ഇഷ്യൂ അവിടെ ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു ബാനർ വഴിയിൽ കിട്ടുന്നതോ അല്ലെങ്കിൽ ഒരു സ്ലോഗൻ പ്രൊവോക്ക് ചെയ്യുന്ന തരത്തിലേക്ക് എഴുതുന്നതോ ഒന്നും, അത് പ്രൊവോക്ക് എന്ന് പറയുന്നത് അതിനകത്ത് വേറെ വലിയ ഡിഫമേറ്ററി ആയിട്ടുള്ള സംഗതി ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ പറയുമ്പോഴും DYFIയുടെ ക്രൂരമർദ്ദനത്തോട് മുഖ്യമന്ത്രി കാണിക്കുന്ന ഒരു അനുകൂല മനോഭാവമുണ്ട്, ഒരു ലൈസൻസ് കൊടുപ്പുണ്ട്. ഇതൊക്കെ ഇവിടെ പറയേണ്ടതാണ്. ഈ മൊത്തം കാര്യങ്ങളിൽ എനിക്കിതിനകത്ത് ഈ പറയുന്ന സംഘർഷാവസ്ഥയിൽ എനിക്ക് ഒരു പക്ഷവുമില്ല. രാവിലെ DYFI പ്രവർത്തകൻ തല്ലാൻ വേണ്ടി ഉറപ്പിച്ചിട്ട് തന്നെയാണ് ഇറങ്ങുന്നത്. കാരണം അവന് മുഖ്യമന്ത്രിയുടെ സപ്പോർട്ടുണ്ട്. യുവമോർച്ച പ്രവർത്തകർ, DYFI പ്രവർത്തകർ എന്തെങ്കിലും തരത്തിൽ പ്രകോപനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിച്ച് പൊട്ടിക്കാമെന്നുള്ള രീതിയിലാണ് അവനും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ തിരിച്ച് കിട്ടുമെന്നുള്ള പ്രതീക്ഷ അവനുമുണ്ട്. അതേപോലെ യൂത്ത് കോൺഗ്രസ്സുകാരൻ ഇറങ്ങുന്നത് എങ്ങനെയെങ്കിലും തല്ല് വാങ്ങുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ്. തിരിച്ചു കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കൊടുക്കുക, അങ്ങനെ തല്ല് വാങ്ങുക, വാങ്ങിക്കഴിഞ്ഞാൽ ഒരു ഭരണവിരുദ്ധ വികാരം ഊട്ടിയുറപ്പിക്കാനായിട്ട് പറ്റും. ഇതെല്ലാം പ്രതീക്ഷിച്ചിട്ടാണ് ഇവരിറങ്ങുന്നത്. ഇതിനകത്ത് അടി കിട്ടരുത് എന്നുള്ള പ്രതീക്ഷയോടെ പോകുന്നത് പോലീസ് മാത്രമാണ്. ഈ പറയുന്ന കാര്യങ്ങളിൽ ഇവരിൽ ആരോടെങ്കിലും ചേർന്ന് നിന്നിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ കുറ്റം പറയുകയോ ചെയ്യുന്നതിനകത്ത് ഒരു ലോജിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ പക്വതയില്ലാത്ത അണികളുടെ ചില പ്രവൃത്തികളാണ്. ഇതൊക്കെയാണ് ഇതിനകത്തെ കാര്യങ്ങൾ. മാധ്യമ പ്രവർത്തകരുടെ കേസിലുണ്ടായ ആ ഒരു ക്ലാരിറ്റി കുറവ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി, കാരണം ഇന്നലെ അങ്ങനെ ഒരു വീഡിയോ ചെയ്തതുകൊണ്ട് അതിലൊരു അപ്ഡേറ്റ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. നന്ദി.